Exercise 12.2, question number 4. A chord of a circle of radius 10 cm subtends a right angle at the center. Find the area of the corresponding minor segment and major sector. Use pi is equal to 3.14. ഇതാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് മൈനർ സെഗ്മെൻറ്റിൻ്റെയും മേജർ സെക്ടറിൻ്റെയും ഏരിയയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സർക്കിളിൽ അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് നമുക്കിവിടെ തന്നിട്ടുണ്ട് 10 cm ആണ്. അതായത് സെൻറ്ററിൽ 90 ഡിഗ്രി ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കോഡാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ആ കോഡ് ഇവിടെ PQ എന്ന് പറഞ്ഞ് വരച്ചിട്ടുണ്ട്. PQ എന്ന കോഡ് അത് സെൻറ്ററിൽ 90 ഡിഗ്രി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആംഗിൾ ഫോം ചെയ്യുന്നു. അപ്പോൾ നമുക്കതിനിങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്കും റേഡിയസ് ഇവിടെ 10 cm, ഇതും 10 cm. 90 ഡിഗ്രി ആയതുകൊണ്ട് രണ്ട് സൈഡും ഒരുപോലെയുള്ള ഒരു ട്രയാങ്കിളായിരിക്കും നമുക്ക് ലഭിക്കുക. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മൈനർ സെഗ്മെൻറ്റും മേജർ സെക്ടറുമാണ്. ഇതിൽ മേജർ സെക്ടർ എന്ന് പറയുന്നത് P, ഇവിടെ ഒരു പോയിന്റ് നമ്മൾ B എന്ന് കൊടുത്തു കഴിഞ്ഞാൽ PBQ ആണ്. PBQ ഇതാണ് മേജർ സെക്ടർ. ഇതാണ് ഞാൻ വരച്ച് കാണിക്കാം. ഇതാണ് മേജർ സെക്ടർ PBQ. ഇനി ഇവിടെ ട്രയാങ്കിൾ PCQ. ഇനി ഇവിടെ ഒരു മൈനർ സെക്ടർ ഉണ്ട്, അതും PCQ. PCQ എന്ന് പറഞ്ഞത് ഈ ഇതാണ് മൈനർ സെക്ടർ PCQ. വേണം ഇവിടെ ഒരു പോയിന്റ് കൊടുക്കാം, D. PCQD ഇതാണ് സെക്ടർ. ഇനിയുള്ളത് ട്രയാങ്കിൾ നമ്മൾ എടുത്തു കഴിഞ്ഞു, PCQ. ഇനിയുള്ളത് ഇതാണ് സെഗ്മെൻറ്റ്, ഇതാണ് മൈനർ സെഗ്മെൻറ്റ്. ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം. അപ്പോൾ ഈ ഏരിയയും ഈ മേജർ സെക്ടറിൻ്റെ ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ സർക്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ആണെന്ന് നമുക്കറിയാമല്ലോ. 360യിൽ നിന്നും ഈ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തപ്പോൾ 90 ഡിഗ്രി ഇവിടെ ആംഗിൾ ഫോം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മേജർ സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ ആംഗിൾ ആദ്യം അറിയണം. ഈ ആംഗിൾ നമുക്കറിയണം. ഈ ആംഗിളാണ് നമുക്കറിയേണ്ടത്. ഈ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. 360യിൽ നിന്നും ഈ 90 കുറച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ഏരിയ നമുക്ക് കിട്ടും. ആ ഏരിയ നമുക്ക് ഇങ്ങനെ എഴുതാം, ഏരിയ ഓഫ് മേജർ സെക്ടർ ഈക്വൽ ടു തീറ്റ. ഫോർമുല അത് എഴുതാം, തീറ്റ ഡിവൈഡ് ബൈ 360 ഇൻറ്റു പൈ r². ഇവിടെ തീറ്റ എന്ന് പറയുന്നത് 360യിൽ നിന്നും 90 കുറയ്ക്കുന്നതായിരിക്കും ഇവിടുത്തെ ആംഗിൾ. 360യിൽ 90 കുറയ്ക്കുന്നത് ഡിവൈഡ് ബൈ 360 ഇൻറ്റു 3.14 ഇൻറ്റു 10 ഇൻറ്റു 10. ഇവിടെ 360 മൈനസ് 90 270 ഡിവൈഡ് ബൈ 360 ഇൻറ്റു 3.14 ഇൻറ്റു 100. 270 360 നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 90 കൊണ്ട് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 3/4 എന്ന് കിട്ടും. 3/4 ഇൻറ്റു 3.14 ഇൻറ്റു 100. വീണ്ടും സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും 4ഉം 100ഉം നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം, 25 കിട്ടും. 25 ഇൻറ്റു 70 375 ഇൻറ്റു 3.14 എന്ന് കിട്ടും ആൻസർ. അത് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്
235.5 സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. ഇതാണ് നമ്മുടെ മേജർ സെക്ടറിൻ്റെ ഏരിയ. ഇനി കണ്ടുപിടിക്കുന്നത് മൈനർ സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. സിമ്പിളാണത്. നമുക്കിവിടെ തീറ്റ അറിയാം, 90 ഡിഗ്രി ആണെന്നറിയാം. ഏരിയ ഓഫ് മൈനർ സെക്ടർ. മൈനർ സെക്ടർ കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ മൈനർ സെക്ടർ ഈ ഏരിയ നമുക്ക് ഈ മൈനർ സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മൈനർ സെഗ്മെൻ്റ് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റൂ. അതായത് ഈ മൈനർ സെക്ടറിൻ്റെ ഏരിയയിൽ നിന്നും ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കുറയ്ക്കുന്നതാണ് ഈ മൈനർ സെഗ്മെൻ്റ് ആയിട്ട് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മൈനർ സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്. ഏരിയ ഓഫ് മൈനർ സെക്ടർ 90 ഡിഗ്രി ഡിവൈഡ് ബൈ 360. മൈനർ സെക്ടറിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി ഡിവൈഡ് ബൈ 360 ഇൻറ്റു പൈ ഇൻറ്റു 10 into 10. 90 divided by 360, 1 by 4. 1 by 4 into 3.14 into 100. 100, 25. 25 into 3.14, 78.5 cm square. ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നത് ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ്. ട്രയാങ്കിളിൻ്റെ ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഏരിയ ഓഫ് ട്രയാങ്കിൾ PCQ. നമുക്കറിയാം അതിൻ്റെ ഫോർമുല ഹാഫ് BH ആണ്. ഇവിടെ ഹാഫ് ഇൻറ്റു ബിയും ബി എന്ന് പറഞ്ഞാൽ CQ ഇൻറ്റു CP. ഹാഫ് ഇൻറ്റു CQയും CPയും 10 തന്നെയാണ്. 10 ഇൻറ്റു 10, അതായത് 50 എന്നിട്ട് 50 cm സ്ക്വയർ ആണ് ട്രയാങ്കിളിൻ്റെ ഏരിയ. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്ക് കിട്ടി. അതുപോലെ തന്നെ മൈനർ സെക്ടറിൻ്റെ ഏരിയയും കിട്ടി. ഈ മൈനർ സെക്ടറിൻ്റെ ഏരിയയിൽ നിന്നും ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കുറയ്ക്കുമ്പോഴത്തേക്കും മൈനർ സെഗ്മെൻ്റ് ഏരിയ നമുക്ക് ലഭിക്കും. ഏരിയ ഓഫ് മൈനർ സെഗ്മെൻറ്റ് is equal to area of minor sector minus area of the triangle. Area of minor sector നമ്മൾ കണ്ടുപിടിച്ചു 78.5 cm square minus area of triangle 50 cm square. So area of minor segment എന്ന് പറയുന്നത് 28.5 cm square.